മലയാളത്തിൽ കോമഡി സിനിമകൾ സംവിധാനം ചെയ്ത് വലിയ ഹിറ്റുകൾ നേടിയ വ്യക്തിയായിരുന്നു ഷാഫി. ഒരു കാലത്ത് ഷാഫിയുടെ ചിത്രങ്ങൾ വളരെയധികം സ്വീകാര്യത നേടിയിരുന്നു. അത്തരത്തിൽ ഒരു ചിത്രമായിരുന്നു ജയറാം, ലാൽ എന്നിവരെ പ്രധാന വേഷത്തിലെത്തിയ വൺ മാൻ ഷോ. ഷാഫിയുടെ ആദ്യ ചിത്രമാണിത്. നിർമ്മിച്ചത് ഗിരീഷ് വൈകിയായിരുന്നു. ആ ചിത്രം സാമ്പത്തികമായി നഷ്ടം വരുത്തിയെന്ന് പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ. ചില സ്ക്രിപ്റ്റുകൾ കാണുമ്പോൾ വിജയിക്കില്ലെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അങ്ങനെ ചില പടങ്ങൾ ഞാൻ വിട്ടിട്ടുമുണ്ട്. പിന്നെ അവർ വേറെ നിർമ്മാതാക്കളെ വെച്ച് പടമെടുത്ത് അത് പൊട്ടിയതും കണ്ടിട്ടുണ്ട്. ചെയ്തിട്ട് വലിയ കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഒഴിവാക്കുന്നത്. കാരണം നമുക്കതിന് ചെറിയ പൈസയെ കിട്ടൂ. പിന്നെ എന്തിനാണ്? പക്ഷെ നമുക്കിത് വേറെ ആരോടും പറയാനും കഴിയുകയുമില്ല. നമ്മുടെ അടുത്തേക്ക് ഒരു സംവിധായകനായിരിക്കും കഥയും കൊണ്ട് വന്നിട്ടുണ്ടാകുക. മറ്റൊരാളോട് പറഞ്ഞ് അയാളുടെ അവസരം നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഒഴിവാക്കി വിടുമെന്ന് മാത്രം. നിർമ്മാതാക്കളൊക്കെ വന്നാൽ മാത്രം നമ്മൾ അവരോട് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പരിചയത്തിൽ ബാർ നടത്തുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ പടം പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ പടത്തിന്റെ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അയാൾ വിചാരിച്ചത് ഞാൻ പുള്ളി രക്ഷപ്പെടുന്നതിന് സമ്മതിക്കാതെ ഇരുന്നത് എന്നാണ്. ആ പടം പൊട്ടി. വലിയ സ്റ്റാൾസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ പേരോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് മോശമാണ്. നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല എന്ന് മാത്രം. അന്ന് ഏത് പടം ഓടും ഇല്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. ആദ്യത്തെ കൺമണി ആയാലും മേലെപ്പറമ്പിലെ ആൻവീടായാലും നമുക്കറിയാമായിരുന്നു ഓടുമെന്ന്. ഒരു ഒറ്റ ഇരുത്തിൽ വായിച്ചാൽ ആ തിരക്കഥ നന്നാകുമെന്നർത്ഥം. അല്ലെങ്കിൽ മടക്കി മടക്കി വെച്ച് വായിച്ചു തീർക്കണമെങ്കിൽ അത് പൊട്ടുമെന്ന് ഉറപ്പാണ്. ഞാൻ വായിച്ചാൽ രഘുവരനോടൊക്കെ അഭിപ്രായം പറയാറുണ്ട്. 2001 വൺ മാൻ ഷോ ചെയ്യുന്നത്. രണ്ടാമത്തത് തെങ്കാശിപ്പട്ടണം കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. തെങ്കാശിപ്പട്ടണം ഭയങ്കരമായി വിജയിച്ചല്ലോ. അങ്ങനെ റാഫി മെക്കാട്ടിൻ തന്നെ എഴുതിയതാണ്. ഷാഫിയുടെ ആദ്യത്തെ പടമായിരുന്നു. ഷാഫി ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായി വരുന്നത് ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലായിരുന്നു. അങ്ങനെയാണ് റാഫി ഷാഫിക്ക് വേണ്ടി ഒരു പടം എഴുതുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അവിടെ വെച്ച് തന്നെ ജയറാമിനോട് പറഞ്ഞു ഈ പടം അല്ലായിരുന്നു ചെയ്യാൻ പോയത്. അത് കഴിഞ്ഞ് അവർ ചെയ്യാനിരുന്ന പടമായിരുന്നു ലാൽ പ്രൊഡ്യൂസ് ചെയ്ത ചതിക്കാത്ത ചന്തു എന്ന സിനിമയുടെ കഥയായിരുന്നു. വൺ മാൻ ഷോ അല്ലായിരുന്നു ചെയ്യാനിരുന്നത്. എല്ലാമായിരുന്നു ഓക്കെ ആയതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ആ കഥയായിരുന്നു. മനസ്സുകൊണ്ട് പുതിയ കഥയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു നെഗറ്റീവ് ആദ്യമേ വന്നിരുന്നു. വൺ മാൻ ഷോ എനിക്ക് നഷ്ടമായിരുന്നു. ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ, പിന്നീട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതാക്കിയ പടമായിരുന്നു അത്. അതിന് അന്നത്തെ കാലത്ത് 1,84,00,000 രൂപ ചെലവായി. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചിത്രത്തിന്. എന്തൊരു കാര്യമാണെങ്കിലും അത് സത്യസന്ധമായി ചെയ്യണം. അത് ആര് ചെയ്യുന്നത് ആയാലും നായകന് മുകളിൽ മറ്റൊരു താരം കയറിപ്പോയാൽ ആ പടത്തിന് വിജയം ഉണ്ടാവില്ല. ക്ലൈമാക്സ് ഒക്കെ രണ്ടാമത് എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്.